ഹലോ അസ്സലാമു അലൈക്കും. നമസ്കാരം. നൗഫൽ കൊണ്ടോട്ടിയാണ്. ഞങ്ങളെ നാട്ടിൽ 7ഓളം മഹല്ലുകളിൽ ഇപ്പം നിലവിൽ ഖബർസ്ഥാനിൽ ഖബർ കുത്താൻ സഹായിയായി എത്തുന്ന നമ്മുടെ ചന്ദ്രേട്ടനെ കുറിച്ചിട്ടാണോ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ മലപ്പുറം ജില്ല പറഞ്ഞാൽ വേറെ ലെവലാണ് അല്ലേ. ഇവിടെ ജാതിയില്ല മതമില്ല, എല്ലാവരും സഹോദരങ്ങളാണ്. അപ്പം നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾക്ക് അന്തിയുറങ്ങാനുള്ള വീട് ഒരുക്കുന്നത് നമ്മുടെ ചന്ദ്രേട്ടനാണ്. ചന്ദ്രേട്ടനെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിൽ. മുഴുവനൊന്ന് കണ്ടേക്ക്. ചന്ദ്രേട്ടോ, എന്താ വിശേഷങ്ങൾ? കുറച്ചായിരുന്നു പണിയൊക്കെ നിർത്തിച്ചാണി. നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാണ്ട്. എന്താ വിശേഷം? എത്ര കാലം നിങ്ങളിപ്പോ ഈ പരിപാടി തുടങ്ങിയിട്ട് 30 വർഷം വരെ? 30 കൊല്ലം. 30 കൊല്ലമായിട്ട് മുസ്ലിം സഹോദരങ്ങൾക്ക് ഖബർ ഒരുക്കണ ഒരു അസിസ്റ്റന്റ് ആയിട്ട് ജോലി ചെയ്യുന്നു. നിങ്ങളെങ്ങനെ ഈ പണിക്ക് എത്തിയത്? തുണക്കാർ വേറെ ഉണ്ട്, നമ്മളെ ബാവ. ഞാനും ഭാവി കൂടി ഇങ്ങനെ എല്ലാ പരിപാടിക്കും ഇങ്ങനെ കൂടി പോണ ആൾക്കാരാണ്. നിങ്ങൾക്ക് പേടിയില്ല? ഇങ്ങനെ എന്ത് പേടിക്കാനതില്? പേടിച്ചിട്ട് കാര്യമില്ലല്ലോ, നിനക്കൊരാൾ വേണ്ടേ. അപ്പൊ ഈ മുസ്ലിങ്ങൾക്ക് ഖബറിന്റെ ഈ പണിക്ക് പോകുമ്പോ നിങ്ങളോട് ആരെങ്കിലും എന്തെങ്കിലും ഒന്നും പറയില്ല? ഒന്നും പറയില്ല. ആരെന്ത് പറയാനാ? വീട്ടിലാരൊക്കെ ഉണ്ട് നിങ്ങൾക്ക്? വീട്ടില് ഭാര്യയുണ്ട്, അച്ഛനുണ്ട്, ലക്ഷന്മാരുണ്ട്. നിങ്ങൾ ആദ്യം ഖബറിന്ന് ഇങ്ങോട്ട് കയറിയാണ് കുറച്ചേരം ഇങ്ങോട്ട് കയറി. അപ്പൊ കണ്ടില്ല ഞാൻ എടുക്കണോ? ആളെ നമ്മളെ ഒന്ന് കരക്ക് കയറ്റിയാണ്. എന്നിട്ട് എന്താണ് നിങ്ങൾക്ക് പുതു തലമുറനോട് പറയാനുള്ളത്? ഈ പണിക്ക് ഇപ്പൊ പൊതുവെ ആരും വരലില്ലല്ലോ. ആരും വരുന്നില്ല. ഓലോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഓലോട് ഇതിക്ക് അറിഞ്ഞു വരണമെന്ന് നമുക്ക് പറയാനുള്ളൂ. ഇതിനാള് വേണ്ടേ? ആള് വേണം, എന്തെങ്കിലല്ലേ ഇത് നടക്കണ്ടേ. അതിനിപ്പോ നമ്മളെ മലപ്പുറം ജില്ലയിൽ ഇപ്പൊ മറ്റു സമുദായത്തിലുള്ളവരും ഇപ്പൊ ഈ പണിക്ക് ഇറങ്ങുന്നുണ്ട്. പക്ഷെ മറ്റു ജില്ലയിലൊക്കെ ആണെങ്കിൽ ഇത് നടക്കുമോ? അവിടെ നടക്കൂല. ഇപ്പോഴും വർഗീയത കൊണ്ട് ഇറക്കുന്ന ആൾക്കാരുണ്ട്. നമുക്ക് പിന്നെ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല നമ്മുടെ ജില്ലയിൽ. എല്ലാവരും ഒരുപോലെ എന്നുള്ള നിലക്കാണ് പോണേ. ഏതായാലും ഇതുവരെ നമ്മൾ അങ്ങനെ പോയിട്ടുള്ളൂ. പ്രത്യേകിച്ച് നമ്മളെ മലപ്പുറം ജില്ല കൊണ്ടോട്ടി ഏരിയയിലൊക്കെ. ഏതായാലും നമ്മളെ ചന്ദ്രേട്ടനാണ്. ചന്ദ്രേട്ട, പിന്നെ നിങ്ങൾ ഇതിൽ തന്നെ ഇറങ്ങിയോ? ഇതിന്ന് കാണുമ്പോ ആൾക്കാർക്ക് പേടിയാവും. ബാക്കിയുണ്ട്. ഇത് നല്ല താഴ്ച ഉണ്ട്. ഞങ്ങൾ ഇത്ര താഴ്ചയിലും എടുക്കലേ. ഇത് പായമായിരിക്കാണ്. പഴയ കാലത്ത് അത് ഞാൻ പല സ്ഥലത്തും ശ്രദ്ധിച്ചിട്ടുണ്ട്. പഴയ കാലത്ത് നല്ല ആയ ഉണ്ടാവില്ല ഖബറ്. പക്ഷെ ആ സിസ്റ്റം തന്നെ നമ്മളെ ഈ 7 മൈലിലും പോണില്ലേ. ഇത് വീതി കൂടൂല. പൈസക്കാർക്കായാലും പാവപ്പെട്ടവർക്കായാലും ഒക്കെ മണ്ണില് ഒരേ വീതിയിൽ. ഇത് ഏകദേശം എത്ര വീതി ഉണ്ട്? ഇപ്പൊ കടി കൊടുക്കണേ. കൈ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കിയാണ്. ഏത് തടിയുള്ളവർക്കും തടി ഇല്ലാത്തവർക്കും ഒക്കെ. ഏതായാലും പണ്ടുള്ളവരൊക്കെ കളിയാക്കാൻ വേണ്ടി പറയും ഖബറ് വിശാലാക്കണം എന്ന്. ഖബറ് വിശാലാക്കാൻ നിങ്ങൾക്ക് എന്തോ തന്നിട്ടും കാര്യമില്ലല്ലേ. നന്മ തന്നെ ചെയ്യണം. എന്തുണ്ടാവുള്ളൂ. അപ്പൊ ഇത് ഇന്നലെ കുത്തിവെച്ചതാണ്, തീർന്നിട്ടുള്ളൂ. ഇത് ഇനിയിപ്പോ മൂടല് വെച്ചാണ്ട് മൂടിയിടും. പഠിച്ച ഞമ്മക്കൊക്കെ എവിടെയാണ് ഏകിയെന്ന് അറിയില്ലല്ലോ. പറയാൻ പറ്റൂല. അപ്പൊ ഇതാണ് നമ്മളെ ചന്ദ്രേട്ടന്. അപ്പൊ ചന്ദ്രേട്ടന് എന്താ പറയാ, ഇനിയും പടച്ചോ ഒരുപാട് കാലം ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ് പടച്ചോ നൽകട്ടെ. ആമീൻ. അപ്പൊ ഓക്കെ. അപ്പൊ ചന്ദ്രേട്ടനെ ഇഷ്ടപ്പെടുന്നോലും നമ്മുടെ നാട്ടിലെ മതമൈത്രി ഇഷ്ടപ്പെടുന്നോലും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളെ ഓരോ അഭിപ്രായവും നിർദ്ദേശങ്ങളൊക്കെ നമ്മളെ ചന്ദ്രേട്ടനുള്ള അംഗീകാരങ്ങളാണ്. അപ്പൊ ഈ പുതുതലമുറയിൽപ്പെട്ടവര് ഈ പണിയിലേക്ക് വരാം. അപ്പൊ എല്ലാരും ചോദിക്കാം എനിക്കും വന്നൂടെ. സത്യത്തിൽ എനിക്ക് പേടി, എന്നെ കൊണ്ട് കഴിയൂല. അപ്പൊ ഓക്കെ, അസ്സലാമു അലൈക്കും.